നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 25-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 12-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം വരുന്നത് തന്നെ തൃക്കേട്ട നക്ഷത്രമാണ്. ഇന്ന് ദിവസവും കൊള്ളത്തില്ല. ശനിയാഴ്ച, ശനി മന്ദൻ്റെ ദിവസമാണ്. അതുകൊണ്ടാണ് ജ്യോതിഷശാസ്ത്രപ്രകാരം മായ എന്ന അക്ഷരം കൊണ്ടാണ് ശനിയെ സൂചിപ്പിക്കണേ. ജാതകമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാം, അവിടെ ശനി എന്നല്ല എഴുതിക്കണേ, മായ എന്ന അക്ഷരമാണ് എഴുതിക്കണേ. എല്ലാ അക്ഷരങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അതിൽ മായ എന്ന അക്ഷരം എഴുതിയിട്ടുണ്ട്. അതായത് മന്ദൻ. മന്ദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലെ പ്രത്യേകത എന്താണ്? കാര്യങ്ങളെല്ലാം മന്ദഗതിയിലേ പോകത്തുള്ളൂ, എല്ലാം പതുക്കെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഓവർ സ്പീഡിൽ പോകണമെന്ന് വിചാരിച്ചാൽ പോലും കാര്യങ്ങൾ സ്ലോവിലേ പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധയോടുകൂടി വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകണം. അതിനെ സൂചിപ്പിക്കുകയാണ് നമ്മളിവിടെ. പക്ഷേ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ, അതായത് മകരമാസത്തിലെ തൃക്കേട്ട നക്ഷത്രം ബർത്ത്ഡേറ്റ് വന്നിട്ടുള്ളവർ ഇന്ന് ശനിയാഴ്ചയും കൂടി ആകയാൽ ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. മറ്റത് ഒരു ദിവസത്തെ കാര്യം, അതൊരു ദിവസം അങ്ങ് പോട്ടെ, എങ്ങനെയെങ്കിലും അങ്ങ് പോകും. പക്ഷെ ഒരു വർഷം അങ്ങനെ ഈസി ആയിട്ട് പോകത്തില്ല. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഒന്ന്, കാര്യങ്ങളെല്ലാം മന്ദീഭവിക്കും. ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എല്ലാം വിഘ്നം ഉണ്ടാവും, അത്ര സ്മൂത്തായി പോകത്തില്ല. അതുപോലെ സാമ്പത്തിക നഷ്ടം വരും, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും, ടെൻഷൻ കൂടും. ഇങ്ങനെ പലതരത്തിലുള്ള നമുക്ക് ശാരീരികം, മാനസികം, സാമ്പത്തികം ഈ രീതിയിലെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയമാണ് ശനിയുടെ ബന്ധം നിൽക്കുന്ന ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾക്ക് ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കാൻ പോകുന്ന ഈ ദോഷത്തെ നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. ഇത് സാധിക്കണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാലേ നിങ്ങളെ ദോഷത്തെ മാറ്റാൻ സാധ്യമാവുള്ളൂ. അപ്പോൾ നമ്മളിലേക്ക് വരുന്ന ശനി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ജ്യോതിഷ പോലീസാണ് ശരിക്കും ശനി. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിൽ വരുന്ന നെഗറ്റീവ് ഫലത്തെ ഇല്ലാതാക്കുന്നവനാണ് ശനി. അപ്പോൾ നമ്മളെ ശിക്ഷിക്കുന്നവനാണ്. നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് ഫലം തരും. തെറ്റൊന്നും ചെയ്യാത്തവരെ ശനിയെ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ശനിയെ നമുക്ക് പേടിക്കാൻ വേണ്ടി, ശനിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എളുപ്പ വഴികൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒന്ന്, ശനിയുടെ പിതാവായ സൂര്യഭഗവാനെ തൊഴണം. ഇപ്പോൾ ശനിയാഴ്ച വ്രതാനുഷ്ഠാനത്തോടുകൂടി ഇരിക്കണം. രാവിലെ എണീറ്റ് എല്ലാ ദിവസവും സൂര്യഭഗവാനെ തൊഴണം. സൂര്യൻ പ്രപഞ്ചത്തിൻ്റെ പിതാവാണ്, എല്ലാ ഗ്രഹങ്ങളുടെയും ദേവനാണ്. അപ്പോൾ അത്രയ്ക്ക് എന്ത് ഗ്രഹദോഷത്തെയും മാറ്റാനുള്ള ശക്തി സൂര്യഭഗവാനുണ്ട്. അതുകൊണ്ട് സൂര്യനെ തൊഴണം. അപ്പോൾ അന്ന് വ്രതത്തോടു കൂടിയിരിക്കണം. ശനീശ്വര യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടണം. ഒരു ശനി കവചം നമ്മളിലേക്ക് കെട്ടണം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ശനിയുടെ നെഗറ്റീവ് നമ്മളിലേക്ക് ബാധിക്കില്ല. നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ്, ശരീരത്തിൽ നമ്മളിലുണ്ടാവുന്ന നെഗറ്റീവ് തന്നെ മാറും, പുതിയതായിട്ട് വന്ന് കയറത്തുമില്ല. അതേപോലെ ഇന്ന് കൊള്ളാത്ത ദിവസമെന്ന് ഞാൻ പറഞ്ഞു. ശനി മന്ദനാണ്, പതുക്കെ സഞ്ചരിക്കുകയുള്ളൂ. അതുകൊണ്ട് രാവുകാല സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് രാവുകാല സമയം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 9:10 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9 മണിക്ക് രാവുകാലം തുടങ്ങത്തില്ല, 9:44 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 11:10 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാലം കലണ്ടറിൽ നോക്കിയിട്ട് ഓരോ കാര്യത്തിന് പോവുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റായി പോവും. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യത്തിനും കൊള്ളത്തില്ല. അതിൽ ഗുളികകാല സമയം വരുന്നത് 6:51 തൊട്ട് 8:17 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 2:03 തൊട്ട് 3:30 വരെയും. അതുപോലെ ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. ശരിക്കും 12:13 തൊട്ട് 1:01 വരെ 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ പ്രപഞ്ചത്തിൽ തന്നെ ആ 48 മിനിറ്റ് നേരം പോസിറ്റീവ് എനർജി നിൽക്കും. ഏത് സമയദോഷം ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ട് പോകാൻ സഹായിക്കുന്ന ഒന്നാണ് അഭിജിത്ത് മുഹൂർത്തം. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന്
ഇറങ്ങുന്നവരും വീട്ടിൽ നിൽക്കുന്നവരും ഒക്കെ ആയിക്കോട്ടെ, വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. നീല കളറോ അല്ലെങ്കിൽ കറുത്ത കളറിലുള്ളതോ അതുമായി മിക്സ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മങ്ങിയ കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഓരോ കാര്യത്തിന് പോകണം, അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കണം. അപ്പോൾ കുറച്ച് പോസിറ്റീവ് എനർജി ഈ വസ്ത്രത്തിന് പ്രത്യേകതയുണ്ട്. അന്തരീക്ഷത്തിൽ നിന്ന് പോസിറ്റീവ് എനർജി സ്വീകരിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ നമ്മളെ ദോഷഭാവങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.